ഒരു നുണബോംബ് പൊട്ടിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ മാനസികവും ശാരീരികവും കുടുംബപരവുമായി അദ്ദേഹത്തിനെ തകർത്ത് തുടർഭരണം ഉറപ്പായ സമയത്താണ് അദ്ദേഹത്തിനെ ഇങ്ങനെ ഒരു കള്ളക്കേസിൽ കുടുക്കി, കള്ളക്കേസിൽ ഉണ്ടാക്കി അദ്ദേഹത്തിനെ മാനസികമായി തകർത്ത് കളഞ്ഞത്. ആ ഒരു സംഭവം ഇനി പുതിയതായിട്ട് വരുന്ന ആർക്കും ഉണ്ടാകരുത്. ഈ 3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന് ഞാൻ ഇനി കേൾക്കാൻ തെറികളില്ല. തെറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേച്ചാലും കുളിച്ചാലും 7 ജന്മം എടുത്തു പോകാത്ത തെറികളാണ് ഞാൻ കേട്ടത്. അതിനുശേഷം എനിക്ക് വാശിയായി. അപ്പം ഞാൻ തുടർച്ചയായി 5 പോസ്റ്റുകൾ രാഹുലിന് അനുകൂലമായി ഇട്ടുകൊണ്ടിരുന്നു. അയാൾ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലയോ അതൊക്കെ പിന്നീടുള്ള കാര്യം. എനിക്ക് സത്യം എന്ന് തോന്നിയ കാര്യമാണ് ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞത്. അതല്ല, ആദ്യം ഞാൻ രാഹുലിൻ്റെ ഇട്ട പോസ്റ്റ് പോയത് 50 ലക്ഷം പേരാ കണ്ടത്. 5 മില്യൺ ആൾക്കാർ. കാരണം ഞാൻ പോലും ഞെട്ടിപ്പോയി. 50 ലക്ഷം പേരെൻ്റെ കണ്ടു. അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം 50 ലക്ഷം, അയാൾ മരിച്ചു പോകുന്നത് പോലെ പോയ ഒരു വ്യക്തിയെ 50 ലക്ഷം പേരിലൂടെ എൻ്റെ പോസ്റ്റിലൂടെ എനിക്ക് അയാളെ തിരിച്ച് ഒന്ന് എഴുന്നേറ്റിരുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ വലിയ സംഭവമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അതിനെന്തോ ഒരു ശക്തിയുണ്ട്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഉമ്മൻചാണ്ടി സാറിൻ്റെ വല്ലോ അനുഗ്രഹമാണെന്ന് പോലും ഞാനത് വിശ്വസിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം കഴിഞ്ഞ് തുടർച്ചയായിട്ട് ഇങ്ങനെ ആക്രമിക്കപ്പെട്ട ഒരു യുവാവില്ല. ഭാവിയുടെ വാഗ്ദാനമാണ്. അതിൽ എന്താ തെറ്റും ശരിയും ബാക്കി അത് പിന്നീട് വരുന്ന കാര്യങ്ങൾ. അതിനുശേഷം ഞാനിട്ട എല്ലാ പോസ്റ്റുകളും 15ഉം 20ഉം 25 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശരിയെന്ന് എൻ്റെ അമ്മ പഠിപ്പിച്ചത്, നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ പറയുക. അവിടെ നീ കത്തിയെയോ വെടിയുണ്ടകളെയോ കൂരമ്പുകളെയോ അപമാനങ്ങളെയോ അപവാദങ്ങളെയോ നീ ഭയപ്പെടാൻ പാടില്ല. ഇന്നും ഞാൻ ചെയ്യുന്നു. മിനിഞ്ഞാന്ന് ADM മരിച്ചുപോയ നവീൻ ബാബു സാർ മരണം 1 വർഷം പൂർത്തിയാകുന്നെന്ന് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു. ഇന്നലെ വരെ എന്നെ നിലത്ത് തൊടിയിച്ചിട്ടില്ല. ഞാൻ എയറില്ല, തെറിയുടെ കൂമ്പാരാണ്. അപ്പം വിളിക്കുന്നവർ വിളിച്ചോട്ടെ, പറയുന്നവർ പറഞ്ഞോട്ടെ. എനിക്കിതൊന്നും എന്നെ ബാധിക്കത്തില്ല. ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത്രയും നല്ലൊരു വേദിയിൽ, ഇത്രയും നല്ലൊരു സദസ്സിൽ, ഇത്രയും അമ്മമാരുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാനും എന്നെ ഇവിടേക്ക് വിളിക്കുകയും ചെയ്ത ഷിബു സാറിനും എൻ്റെ നാട് ജനകീയ കൂട്ടായ്മയ്ക്കും ഇതുമായി